പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ സിപിഐഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ നടപടിക്ക് പോലീസ്. അറസ്റ്റിനായി പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി. കണ്ടാലറിയുന്ന 10 പേരുടെ ചിത്രങ്ങൾ സിപിഐഎം നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ പോലീസിനെ കയറ്റില്ലെന്നാണ് സിപിഐഎം നിലപാട്. പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്നും നേതാക്കൾ അറിയിച്ചു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെയാണ് സിപിഐഎം പ്രവർത്തകർ ആക്രമണം നടത്തിയത്. വലിയൊരു സംഘർഷം തന്നെയായിരുന്നു. ഈ ഒരു ഇഡിയുടെ പരിശോധനയ്ക്കെതിരെ സിപിഐഎം പ്രവർത്തകർ ഉയർത്തിയിരുന്നത് വലിയൊരു സംഘർഷാവസ്ഥ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. എന്നാലും വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് പ്രതിഷേധമായി ഈ ഒരു ഇഡിയുടെ ഈ ഒരു പരിശോധനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ഇപ്പോൾ നടപടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. അറസ്റ്റിനായി പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 10 പേരുടെ ചിത്രങ്ങൾ സിപിഐഎം നേതാക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇവർക്കെതിരെയുള്ള നടപടിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. പാർട്ടി ഓഫീസിൽ പോലീസിനെ കയറ്റില്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് പോലീസിനെ കയറ്റില്ല എന്നൊരു കടുത്ത തീരുമാനം സിപിഎം എടുക്കുന്നു. അതിനുശേഷം ഈ ഒരു കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു നിലപാട് തന്നെയാണ് പോലീസ് നിലനിൽക്കുന്നത്. ഈ ഒരു നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്, അതോ പോലീസ് പിൻവാങ്ങിയിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എന്താണ്? ഹരിമ, പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആണ് ഈ 10 പ്രതികൾ, അതായത് 10 പ്രതികളുടെ ചിത്രങ്ങളാണ് പോലീസ് സിപിഐഎം നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഈ 10 പ്രതികളും ഈ ഓഫീസിനുള്ളിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം മാത്രമാവും അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളോടടക്കം ഇത്തരത്തിൽ പോലീസ് പലതവണയായി ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറി ഇവരെ അറസ്റ്റ് ചെയ്യാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന ഒരു നിലപാടാണ് ഈ നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. 10 പേരാണ് ഇത്തരത്തിൽ കണ്ടാലറിയാവുന്ന 10 പേരുടെ പ്രതികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഈ പോലീസ് സിപിഐഎം നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് എം പി തുടങ്ങിയ മുതിർന്ന നേതാക്കളടക്കം അവിടെയുണ്ട്. പലതവണ പോലീസും ജോൺ ബ്രിട്ടാസ് എം പിയും തമ്മിൽ പല ചർച്ചകൾ നടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് അവർ ആവശ്യപ്പെടുകയുണ്ടായി, ഈ പ്രതികളെ തങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തേക്ക് എത്തിച്ചു തരിക, പക്ഷേ പോലീസ് ഇവിടെ നിന്നും പോകണം എന്നൊരു ഡിമാൻഡ് ഇത്തരത്തിൽ നേതാക്കൾ വെച്ചിരുന്നു. എന്നാൽ പോലീസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അവിടെ നിന്ന് 50 മീറ്റർ അകലെ മാത്രമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പോലീസിന് അനുമതിയില്ല. ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് പ്രതികളെയും കൊണ്ടല്ലാതെ അവിടെ നിന്ന് മടങ്ങില്ല എന്നുള്ളതാണ്. വളരെ വലിയൊരു സംഘർഷമായിരുന്നു പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീടിന് മുൻപിലുണ്ടായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കല്ലുകൾ ഉപയോഗിച്ച് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ ചില്ലുകൾ അടിച്ചു തകർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. വാഹനത്തിനുള്ളിൽ ഒരു സ്ത്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കെതിരെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. കല്ലുകൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വാഹനം ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. വാഹനം പൂർണ്ണമായും തന്നെ ചില്ലുകളെല്ലാം തകർന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. വാഹനത്തിന്റെ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തകർന്ന ചില്ല് കണ്ണിൽ കൊണ്ട് ശ്യാമെന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു സംഘർഷം ആണ് അവിടെ ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ മർദ്ദനമേൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നേതാക്കൾ പലതവണ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കാണാത്തൊരു സ്ഥിതിയും കൂടി ഉണ്ടായിരുന്നു. കല്ല്, വടി, ചെരുപ്പ്, കുപ്പി, തീമുട്ട തുടങ്ങി വസ്തുക്കൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ വാഹനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന
സാഹചര്യത്തിൽ തന്നെ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഇരച്ച് വാഹനത്തിന് നേരെ അടുക്കുകയായിരുന്നു. തുടർന്ന് ചുടുകട്ട പോലെയുള്ള കല്ലുകൾ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് നിരവധി തവണ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വാഹനത്തിന്റെ ചില്ലുകളെല്ലാം തന്നെ തകർന്നത്. വളരെ വലിയൊരു സംഘർഷമായിരുന്നു. പോലീസ് പലതവണ അവരെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പോലീസുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. വേണ്ട രീതിയിൽ പോലീസ് പ്രതിരോധം തീർത്തില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ നേതാക്കൾ അടക്കം രാവിലെ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്നുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി അടക്കം, മുൻ മന്ത്രിമാർ അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്ത് ഇതൊരു സമാധാനപരമായ ഒരു സമരമാകും നടക്കുക എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സ്ഥിതിവിശേഷം ഇതിനൊക്കെ അപ്പുറമായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അസഭ്യം പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ അവിടെ നിലകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് നിരവധി തവണ ഇത്തരത്തിൽ പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കിയിരുന്നു, പോലീസുമായി പ്രകോപനം ഉണ്ടാക്കിയിരുന്നു. TRS ഓഫീസർക്ക് നേരെ ഇത്തരത്തിൽ ഹെൽമറ്റ് അടക്കമുള്ള വസ്തുക്കൾ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥൻ 2:30 തന്നെ ഈ ഇടി ഉദ്യോഗസ്ഥർ പരിശോധനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ വാഹനം ഗേറ്റിന് പുറത്തേക്ക് എത്തുന്ന വേളയിൽ തന്നെ ഇരച്ച് ചെല്ലുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. പിണറായി വിജയന് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശനെ അടക്കം അസഭ്യം പറയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. ഇതിനുശേഷം മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അണികളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടാതെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്ര നേതാക്കളുടെ അടക്കം ഒരു പങ്ക് ഇതിലുണ്ട്. അതായത് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കും തന്റെ ചോദ്യം ചെയ്തതിലൂടെ സന്തോഷം ഉണ്ടാവുക എന്ന തരത്തിലൊക്കെ തന്നെ പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നു. ഇതിനെ സംഘടനാപരമായി രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ നേരിടും, കൂട്ടായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കൂടാതെ ED ഉദ്യോഗസ്ഥർ വീണ വിജയന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ച് വരികയാണ്. അതിനെ തുടർന്ന് ആണ് ഇവര് ഈ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഈ CPM അനുഭാവികൾ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ ഈ ആക്രമണത്തെ വി ജോയ്, അതായത് മുൻ ജില്ലാ സെക്രട്ടറിയും MLA യും കൂടെയായ വി ജോയ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് പിണറായിയുടെ ആരാധകർ ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്നുള്ള ഒരു ക്യാപ്സ്യൂളാണ് വി ജോയ് പുറത്ത് വിട്ടത്. അതുകൂടാതെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ചില അദൃശ്യ ശക്തികളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്, തങ്ങളുടെ പ്രവർത്തകരല്ല എന്ന തരത്തിലേക്കെല്ലാം തന്നെ ഈ ആക്രമണത്തെ ന്യായീകരിക്കുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പോലും പ്രവർത്തകർ സംയമനം പാലിക്കാതെ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് വളരെ വേദനാജനകമാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ എന്താകുമെന്ന് ഇനി കണ്ടറിയാനുണ്ട്. 10 പ്രതികളെയാണ് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഇപ്പോൾ ഉള്ളത്. അവരെ പുറത്തെത്തിച്ച് നൽകണം. അവരെ പുറത്തെത്തിച്ച് നൽകിയാൽ മാത്രമേ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്നാണ് ഇത്തരത്തിൽ പോലീസിന്റെ പക്ഷം. എന്നാൽ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറി ഇത്തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പോലീസ് അവിടുന്ന് പിരിഞ്ഞു പോകുകയാണെങ്കിൽ ഇവരെ പുറത്തെത്തിച്ച് നൽകാമെന്ന ഒരു വാദമാണ് നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.